9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്ക് ഇന്നത്തെ സോഷ്യൽ സയൻസിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നീരാവി ഘനീഭവിച്ചാണ് മേഘങ്ങൾ രൂപം കൊള്ളുന്നതെന്ന്. ഈ ജലകണികൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. നീരാവി ഘനീഭവിച്ചത് മൂലം സംഭവിക്കുന്ന പ്രതിഭാസമാണ് വർഷണം. തുടർച്ചയായി നടക്കുന്ന ഘനീകരണം മൂലം, അതായത് നീരാവി കട്ട പിടിക്കുന്നത് മൂലം മേഘങ്ങളിലെ ജലകണികകൾക്ക് വലിപ്പം കൂടുന്നു. അങ്ങനെ വലിപ്പം കൂടിയാൽ ജലകണികകൾക്ക് ഭാരം കൂടുന്നു. ഇങ്ങനെ ഭാരം കൂടുമ്പോൾ ഭൂഗുരുത്വാകർഷണം മൂലം ഭാരം കൂടിയ ജലത്തുള്ളികൾ താഴേക്ക് പതിക്കുന്നു. ഇതിനെയാണ് വർഷണം എന്ന് പറയുന്നത്. വർഷണം പ്രധാനമായും 3 തരത്തിലാണുള്ളത്. 1 മഴ, 2 മഞ്ഞുവീഴ്ച, 3 ആലിപ്പഴ വീഴ്ച. മഴ എല്ലാവർക്കും അറിയാം. മഴ എന്ന് പറഞ്ഞാൽ സാധാരണയായി ജലത്തുള്ളികളുടെ രൂപത്തിൽ ഭൂമിയിലേക്ക് വീഴുന്നതാണ് മഴ എന്ന് പറയുന്നത്. ഇനി മഞ്ഞുവീഴ്ച എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ താപനില 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയാണെങ്കിൽ ഈ ജലകണികകൾ താഴേക്ക് വർഷിക്കുന്നത് നേർത്ത മഞ്ഞുകട്ടകളായാണ്, അഥവാ ഹിമകണങ്ങളായാണ്. ഇതിനെയാണ് മഞ്ഞുവീഴ്ച എന്ന് പറയുന്നത്. ഇനി എന്താണ് ആലിപ്പഴം എന്ന് പറയുന്നത്? ചില സമയങ്ങളിൽ മേഘങ്ങളിൽ നിന്ന് വീഴുന്ന ജലത്തുള്ളികൾ അന്തരീക്ഷത്തിൻ്റെ തണുത്ത പാളികളിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും തണുത്ത് അത് ഐസ് കട്ടകളായി ആലിപ്പഴങ്ങളായി താഴേക്ക് വീഴുന്നു. ഇവയിൽ നമുക്ക് ഏറ്റവും പരിചിതമായ വർഷണമാണ് മഴ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മഴയെ പറ്റിയാണ്. മഴ പ്രധാനമായും 3 വിധമാണുള്ളത്. 1 പർവ്വതവൃഷ്ടി അഥവാ ശൈലവൃഷ്ടി, അടുത്തത് സംവഹന മഴ, 3ാമതായി തീരദേശ മഴ. ഇനി ഇവ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി പർവ്വതവൃഷ്ടി അഥവാ ശൈലവൃഷ്ടി എന്താണെന്ന് നോക്കാം. അപ്പോൾ കടലിൽ നിന്ന് നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് വീശുന്നു. ഈ കാറ്റ് പർവ്വതത്തിൻ്റെ ചെരിവിലൂടെ ഉയർന്ന് തണുത്ത് മേഘമായി മാറുന്നു. ഈ കാറ്റ് വീശിയ ആ പ്രദേശങ്ങളിൽ തന്നെ മഴയായി അത് പതിക്കുന്നു. ഇതിനെയാണ് ശൈലവൃഷ്ടി അഥവാ പർവ്വതവൃഷ്ടി എന്ന് പറയുന്നത്. എന്നാൽ ഇതേ സമയം പർവ്വതങ്ങളുടെ മറുവശത്ത് അഥവാ പർവ്വതങ്ങളുടെ കാറ്റ് വീശാത്ത വശത്ത് മഴ ലഭിക്കുന്നില്ല. അതുകൊണ്ട് ആ പ്രദേശങ്ങളെ മഴ നിഴൽ പ്രദേശങ്ങൾ എന്നു പറയുന്നു. അതുകൊണ്ടാണ് കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുമ്പോൾ തമിഴ്നാടിൻ്റെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ ലഭിക്കാത്തത്. കാരണം കേരളത്തിൽ മഴ ലഭിക്കാൻ കാരണം പശ്ചിമഘട്ടമാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ വശങ്ങളിലെ പർവ്വതങ്ങളിലേക്ക് മേഘങ്ങൾ മുകളിലേക്ക് പോയി ആ മേഘങ്ങളാണ് ഇവിടെ മഴയായി പെയ്യുന്നത്. ഈ പശ്ചിമഘട്ടത്തിനപ്പുറമാണ് തമിഴ്നാടിൻ്റെ പടിഞ്ഞാറ് ഭാഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഈ തണുത്ത വായു പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ മഴ ലഭിക്കുന്നില്ല. അടുത്തതാണ് സംവഹന മഴ. ഈ സംവഹന മഴ എന്ന് പറഞ്ഞാൽ ഈ വായു ചൂടായതിനു ശേഷം മുകളിലേക്ക് ഉയരുന്നു. ശേഷം അത് തണുത്ത് കുമുലസ് മേഘങ്ങളായി മാറുന്നു. ഈ കുമുലസ് മേഘം പിന്നീട് മഴയായി പെയ്യുന്നു. സാധാരണയായി ഉച്ച കഴിഞ്ഞ ശേഷമാണ് സംവഹന മഴ വർഷിക്കാറുള്ളത്. ഇതിനെയാണ് സംവഹന മഴ എന്ന് പറയുന്നത്. ഇനി അടുത്ത മഴയാണ് തീരദേശ മഴ. നമുക്കറിയാം കരയ്ക്കും കടലിനും തമ്മിലുള്ള മുകളിലുള്ള അന്തരീക്ഷ താപനില വ്യത്യാസമാണ്. കരയിൽ വേറെ താപനിലയും കടലിൽ വേറെ താപനിലയുമാണെന്ന് നമുക്കറിയാം. അങ്ങനെ ഈ കരയിൽ നിന്നുള്ള വായുവും കടലിൽ നിന്നുള്ള വായുവും തീരദേശങ്ങളിൽ വെച്ച് കൂട്ടിമുട്ടുന്നു. ഇങ്ങനെ കൂട്ടിമുട്ടുന്ന സമയത്ത് അതിലുള്ള ചൂടുവായു അഥവാ ഉഷ്ണവായു മുകളിലേക്ക് അല്ലെങ്കിൽ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങുന്നു. അങ്ങനെ അത് മേഘമായി മാറി മഴയായി പെയ്യുകയും ചെയ്യുന്നു. ഇതാണ് തീരദേശ മഴ അഥവാ ബോർഡർ റെയിൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. പ്രധാനമായും നമ്മുടെ ജീവിതത്തിലെ സൂര്യനുള്ള സ്ഥാനമാണ് ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. ഭൂമിയിലെ ജീവൻ്റെ സകല നിയന്ത്രണവും സൂര്യൻ്റെ കൈകളിലാണ്. സൂര്യൻ്റെ ഊർജം പ്രയോജനപ്പെടുത്തിയാണ് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പ് ഭൂമിയിലുള്ളത്. ഈ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഊർജത്തെ ആവശ്യമായ അളവിൽ നിലനിർത്താനും അധികമായത് തിരിച്ചയക്കാനുമൊക്കെ പ്രകൃതിയിൽ തന്നെ ഒരു സ്വാഭാവിക സംവിധാനമുണ്ട്. അതാണ് ഹീറ്റ് ബജറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു അധ്യായത്തെ പറ്റി പഠിക്കാം. ചോദ്യം 1. പദസൂര്യൻ പൂർണ്ണമാക്കുക. ഉത്തരം എ. മഞ്ഞുവീഴ്ച. എ. അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയായിരിക്കുമ്പോൾ വർഷണം നേർത്ത ഹിമകണങ്ങളായാണ് ഭൂമിയിലെത്തുന്നത്. ബി. ആലിപ്പഴം. ബി. മേഘങ്ങളിൽ നിന്നും മോചിക്കപ്പെടുന്ന ജലത്തുള്ളികൾ അന്തരീക്ഷത്തിൻ്റെ തണുത്ത പാളികളിലൂടെ കടന്നുപോകാനിടയായാൽ അവ തണുത്തുറഞ്ഞ് ഐസ് കട്ടകളായി ഭൂമിയിൽ പതിക്കുന്നു. ചോദ്യം 2. വിവിധ തരം മഴകളെ സൂചിപ്പിക്കുന്നതാണ് ചിത്രങ്ങൾ. ഓരോ ചിത്രവും ഏതു തരം മഴയെ സൂചിപ്പിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് പട്ടിക പൂർണ്ണമാക്കുക. ഉത്തരം: മഴയുടെ പേര്, മഴയുടെ സവിശേഷത. ശൈലവൃഷ്ടി, കടലിൽ നിന്ന് നീരാവി നിറഞ്ഞ കാറ്റ് കരയിലേക്ക് നീങ്ങുന്നു. പർവ്വതച്ചെരിവിൽ തട്ടി ഉയർന്നു പൊങ്ങുന്നു. കാറ്റിന് അഭിമുഖമായ പർവ്വതച്ചെരിവിൽ മഴ പെയ്യുന്നു. സംവഹനവൃഷ്ടി, മധ്യരേഖാ പ്രദേശങ്ങളിൽ ഉയർന്ന താപം മൂലം വായു ചൂടായി വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു. ഘനീഭവിച്ച് മേഘങ്ങളാകുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇടിമിന്നലോടുകൂടി മഴ പെയ്യുന്നു. തീരദേശവൃഷ്ടി, കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലെ വായുവുമായി കൂട്ടിമുട്ടാനിടയായാൽ ഉഷ്ണവായു മുകളിലേക്ക് ഉയർത്തപ്പെടുകയും മേഘങ്ങൾ രൂപം കൊള്ളുകയും മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. ചോദ്യം 3. നിങ്ങൾക്ക് ഏറ്റവും പരിചിതമായ വർഷണരൂപം ഏതാണ്? ഉത്തരം: മഴ. ചോദ്യം 4. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുമ്പോൾ തമിഴ്നാടിൻ്റെ പടിഞ്ഞാറു ഭാഗങ്ങളിൽ ഇത് ലഭിക്കാറില്ല. എന്തുകൊണ്ട്? ഉത്തരം: ശൈലവൃഷ്ടിക്ക് ഉദാഹരണമാണ് തെക്കുപടിഞ്ഞാറൻ മൺസൂൺ മഴ. പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. കാറ്റിന് അഭിമുഖമായ പശ്ചിമഘട്ടഭാഗമായ കേരളത്തിൽ നല്ല മഴ നൽകിയ ശേഷം കാറ്റ് പർവ്വതത്തിൻ്റെ കിഴക്കുഭാഗത്ത് എത്തുന്നു. കിഴക്കുഭാഗം മഴനീഴൽ പ്രദേശമാണ്. മഴനീഴൽ പ്രദേശത്താണ് തമിഴ്നാട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് കേരളത്തിൽ മഴ ലഭിക്കുമ്പോൾ തമിഴ്നാട്ടിൽ ലഭിക്കാത്തത്. ചോദ്യം 5. സംവഹനവൃഷ്ടിക്ക് കാരണം ഉയർന്ന താപമേറ്റ് വായു ചൂടായി വികസിച്ച് മുകളിലേക്കുയരുന്നു. ചൂടുപിടിച്ച് മുകളിലേക്ക് വരുന്ന വായുവിനോടൊപ്പം
അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി ഘനീഭവിച്ച് മഴമേഘങ്ങളാകുന്നു. ഇവിടെ നടക്കുന്ന താപവ്യാപന പ്രക്രിയയുടെ പേരെന്ത്? ഉത്തരം സംവഹനം. ചോദ്യം 6. സംവഹന പ്രക്രിയയുടെ ആദ്യപടി താപചലനമാണ്. സമർത്ഥിക്കുക. ഉത്തരം സൗരവികിരണത്തെ സ്വീകരിച്ച് ഭൂമിയുടെ ഉപരിതലം ആദ്യം ചൂടുപിടിക്കുന്നു. തുടർന്ന് ഭൗമോപരിതല താപം തൊട്ടുമുകളിലുള്ള വായുവിനെ ചൂടുപിടിപ്പിക്കുന്നു. ഈ പ്രക്രിയയാണ് താപചലനം എന്ന പേരിൽ അറിയപ്പെടുന്നത്. താപചലനം വഴി ചൂടുപിടിക്കുന്ന വായു മുകളിലേക്ക് ഉയരുകയും മുകളിലുള്ള തണുത്ത വായു താഴേക്ക് വന്ന് ചൂടുപിടിച്ച് ഉയരുന്നു. ഈ വിധം താപം അന്തരീക്ഷത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഈ പ്രക്രിയയാണ് സംവഹനം. ചോദ്യം 7. മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലും ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിലും കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ സവിശേഷതകൾ വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക. ഉത്തരം: മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ കേരളത്തിൽ ലഭിക്കുന്ന മഴയെ സംവഹനവൃഷ്ടി എന്നറിയപ്പെടുന്നു. ഇടിമിന്നലോട് കൂടിയ ഈ മഴ ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാകുന്നത്. ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ കേരളത്തിൽ ലഭിക്കുന്ന മഴ ശൈലവൃഷ്ടിയാണ്. അറബിക്കടലിൽ നിന്നും നീരാവിയുമായി വീശിയെത്തുന്ന കാറ്റ് പശ്ചിമഘട്ടത്തിൻ്റെ കാറ്റിന് അഭിമുഖമായി ചെരിവിൽ മഴ പെയ്യിക്കുന്നു. ചോദ്യം 8. അശാസ്ത്രീയമായ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ ഏതുവിധമാണ് മനുഷ്യൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നത്? ഉത്തരം: ഭൂമി എന്ന ജീവഗ്രഹത്തിലെ സകല സ്പന്ദനവും നിയന്ത്രിക്കുന്നത് സൂര്യനാണ്. സൗരോർജത്തെ പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രയോജനപ്പെടുത്തിയാണ് ജീവലോകത്തിൻ്റെ നിലനിൽപ്പ്. സൗരതാപനം, ഭൗമവികിരണം എന്നീ ഊർജധാരകളിൽ നേരിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാൽ പോലും അത് ഭൗമോപരിതല ശരാശരി താപനിലയിൽ വ്യതിയാനമുണ്ടാക്കും. ഇതാകട്ടെ ജീവന്റെ നിലനിൽപ്പിന് ഭീഷണിയുയർത്തും.